എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ട ഇതൊരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. നിങ്ങൾക്കുണ്ട് ഈ ഒരു പ്രശ്നം? ഞാൻ എപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഇത്. ക്യാമറൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് കിട്ടാണ്ടിരിക്കല്. പക്ഷെ പ്രശ്നമില്ലടോ, ഇപ്പോൾ എല്ലാം സെറ്റായി വരുന്നുണ്ട്. ഓരോരുത്തരെയും സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ അതെല്ലാം വഴിയെ മാറിക്കോളും. അതെല്ലാം അവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോൾ ബിരിയാണീൻ്റെ പണി നോക്കാം. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മൾ കല്യാണ വീടുകളിൽ നിന്നെല്ലാം കിട്ടുന്ന ആ ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഇതിലെ റെസിപ്പി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണേ. ബിരിയാണി പോട്ടെടുത്ത് അതിലേക്ക് ഓയിലും ഗീയും ചേർത്ത് സ്പൈസസ് ആഡ് ചെയ്ത് ഒരു പീസ് ഉള്ളി ചേർക്കാം. അതിലേക്ക് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ച റൈസ് കൂടി ചേർത്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ ചിക്കൻ എടുത്ത് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ പൊരിച്ചത് മസാല, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് നല്ല രീതിയിൽ ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനിയൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് അതിലേക്ക് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. അത് ബിരിയാണിയിലേക്കും മസാലയിലേക്ക് ചേർക്കാനുള്ളതാ. ആ സെയിം ഓയിലിൽ തന്നെ നമുക്ക് ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചോട്ട് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. ഇനി അതിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയും തക്കാളി കുട്ടന്മാരെയും ചേർത്ത് അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല, ചിക്കൻ മസാല ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഉള്ളി ഉണ്ടല്ലോ, അതിൽ നിന്നൊരു പകുതി പോർഷൻ ഇതിലേക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ശേഷം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഏകദേശം റെഡിയായി. അപ്പോഴേക്കില്ലടോ എൻ്റെ പാത്രം കുറച്ച് ചെറുതായി പോയി, ദമ്മിടാനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് മൊത്തത്തിൽ മസാല ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മൂടി വെച്ച് വേവിച്ചിട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച റൈസ് ഓരോ ലെയർ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കലാപരിപാടികൾ കുറേ ഉണ്ടല്ലോ, ഡെക്കറേഷൻ പണികൾ. ഏറ്റവും അടിയിലായിട്ട് മസാല, അതിന് മുകളിലായിട്ട് ചോറ്, പിന്നെ ഫുഡ് കളർ, അതേപോലെ തന്നെ ഫ്രൈഡ് ഓണിയൻ, ചെറുതായി ചോപ്പ് ചെയ്ത ക്യാരറ്റ്, മല്ലിയില, പിന്നെ അതേപോലെ തന്നെ ഫ്രൈഡ് ഓണിയൻ. ഈ പ്രോസസ്സ് തന്നെ റൈസ് തീരുന്നവരെയും റിപ്പീറ്റ് ചെയ്യുക. അതോടെ നമ്മൾ ദമ്മിടൽ പരിപാടി ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇനി ഇപ്പൊ കുറഞ്ഞതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ദം ചെയ്തെടുക്കണം. ഇനിയിപ്പോ എന്താ, നമ്മൾ ആവി പറക്കുന്ന ചോറ് ലെയർ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി മസാല വേറെ, ചോറ് വേറെ ആക്കി കൊടുക്കുക. ഇനിയിപ്പോ എന്താ മക്കളെ, ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കൂലേ. അപ്പൊ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.